ഹലോ ഗെയ്സ്, ഞാൻ ഫസ്റ്റായിട്ടാണ് വ്ളോഗ് ചെയ്യണത്. ഇതിന് മുന്നൊന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഹൈദരാബാദിൽ പോയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് അറിയില്ല, കാരണം ഫസ്റ്റായിട്ട് ചെയ്യണതാകുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത്. ഹസ്ബൻഡും ഫാമിലിയും അനിയത്തിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങളെല്ലാവരും ഫസ്റ്റ് പോയത് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. മക്കൾസിന് ഇങ്ങനെ പിന്നെ ലഗേജിൻ്റെ മേലെ ഉന്തിയിട്ട് തന്നെ നടക്കണം. അപ്പോൾ അവർ ഉന്തിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ റൂമിൽ പോയി. എൻ്റെ ഫസ്റ്റ് ഞങ്ങൾ പോയത് സ്നോ വേൾഡിലാണ്. അവിടെ തന്നെ പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഫസ്റ്റ് ചോയ്സ് ഞങ്ങൾ കൊടുത്തത് സ്നോ വേൾഡ് ആയിരുന്നു. അവിടെ പോയപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉള്ളിൽ കയറി, അതുപോലെ ഗ്ലൗസും മാസ്കും എല്ലാം ഇട്ട് നമ്മൾ ഉള്ളിൽ കയറി. നമ്മളൊരുപാട് സന്തോഷത്തിലായിരുന്നു ഉള്ളിൽ കയറിയത്. പക്ഷേ ഉള്ളിലെല്ലാം കയറിയപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ നമുക്ക് തണുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും തണുത്തിട്ട് കുട്ടികളൊക്കെ അങ്ങോട്ട് ഐസായി പോയി. പക്ഷെ അവരെന്നാലും അത് എൻജോയ് ചെയ്ത് നന്നായി കളിച്ചു. പിന്നെ അതിനുള്ളിൽ ഇഗ്ലു ഉണ്ടായതുകൊണ്ട് ചൂട് കിട്ടാൻ അവർ അതിനിടക്ക് അതിനുള്ളിൽ പോയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2-3 ആക്ടിവിറ്റീസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ആ ഒരു ത്രില്ലിലായിരുന്നു എല്ലാവരും ചെയ്തു. ഋജുമോന് ഭയങ്കര ഇഷ്ടമായി. ഓനത് എല്ലാത്തിലും ഓന് ഓടിക്കളിച്ച് ഭയങ്കര. കുട്ടികളാണ് പിന്നെ അതിൽ ചെറിയ മക്കളായതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇതായില്ല. പക്ഷെ അവർക്ക് കളിക്കണം എന്നുണ്ടെങ്കിലും എന്താണ് പിന്നെ കൈ തണുക്കുന്നു, ബ്ലൗസ് ഉള്ളിൽ മഞ്ഞായി, കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് മാത്രം. പാട്ടിനകത്ത് എല്ലാവരും അവിടെ ചൂട് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നല്ല മഞ്ഞ് വാരിയിട്ട് കളിക്കായിരുന്നു എല്ലാവരും. പിന്നെ കുറേ ആൾക്കാർ റീലൊക്കെ ചെയ്യുന്നുണ്ട് അതിനുള്ളിൽ. ഫോട്ടോക്ക് വേണ്ടിയാണ് എങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നതില്ല അറിയാതെ കുറേ പേര് കിടന്നും ഇരുന്നും എറിഞ്ഞും അങ്ങനെ എല്ലാവരും അതിനുള്ളിൽ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ ശേഷം കുട്ടികളൊക്കെ എന്ത് ചെയ്തു, കുട്ടികൾക്ക് സംസാരിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട്, കാരണം ചെറിയ കൊച്ചു മക്കളല്ലേ, അതുകൊണ്ടായിരിക്കും അവർക്ക്. അപ്പോൾ നമ്മളവരെന്ത് ചെയ്തു, ഹോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏരിയ നിർത്തി. അവരപ്പോൾ ഒരു 10-15 മിനിറ്റ് എത്തുമ്പോൾ അവർ പഴയ പോലെ ആക്റ്റീവായി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുമക്കളായതുകൊണ്ട് പിറ്റേന്ന് പനി പിടിക്കുകയോ ജലദോഷം പിടിക്കുകയോ എന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല.